ഇക്കിഗായ് എന്നതിനെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജീവിത ലക്ഷ്യം എന്ന് പറയാം. രാവിലെ ഉണർന്നെഴുന്നേൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം നൽകുന്ന ഒരു കാര്യത്തെയാണ് ഇക്കിഗായ് എന്ന് വിളിക്കുന്നത്. നമ്മളിൽ പലരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കാറില്ലേ, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന്. നമ്മുടെ ഇക്കിഗായ്, അതായത് ജീവിത ലക്ഷ്യം കണ്ടെത്താൻ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. 1. നിങ്ങൾ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? 2. നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ അറിയാവുന്ന കാര്യം എന്താണ്? 3. ലോകത്തിന് നിങ്ങളിൽ നിന്ന് ആവശ്യമുള്ള കാര്യം എന്താണ്? 4. നിങ്ങൾക്ക് വരുമാനം അല്ലെങ്കിൽ പണം ഉണ്ടാക്കി തരുന്ന കാര്യം എന്താണ്? ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരമായി വരുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക. ഈ 4 ഉത്തരങ്ങളിൽ നിന്നും പൊതുവായി വരുന്ന ഒരു കാര്യം കണ്ടെത്തുക. അതാണ് നിങ്ങളുടെ ഇക്കിഗായ്. ജാപ്പനീസ് ഭാഷയിൽ ഇക്കിഗായ് എന്നാൽ ജീവിക്കാനുള്ള കാരണം അല്ലെങ്കിൽ രാവിലെ സന്തോഷത്തോടെ ഉണരാനുള്ള കാരണം എന്നാണ് അർത്ഥം. ഹെക്ടർ ഗാർഷ്യ, ഫ്രാൻസിസ്ക് മിറാലസ് എന്നീ 2 എഴുത്തുകാർ ജപ്പാനിലെ ഒക്കിനാവ എന്നൊരു ഗ്രാമം സന്ദർശിച്ച ശേഷമാണ് ഈ പുസ്തകം എഴുതിയത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ 100 വയസ്സ് കഴിഞ്ഞ ആളുകൾ ജീവിക്കുന്നത് ഈ ഗ്രാമത്തിലാണ്. അവിടെയുള്ള മനുഷ്യർക്ക് പ്രായമായാലും വലിയ രോഗങ്ങളോ മാനസിക വിഷമങ്ങളോ ഇല്ല. അവർ ഇപ്പോഴും സജീവമായി ജോലി ചെയ്യുന്നു. അവരുടെ ഈ ദീർഘായുസിന്റെയും സന്തോഷത്തിന്റെയും രഹസ്യമാണ് ഇക്കിഗായ്. ദീർഘായുസിന്റെ ഒരു പ്രധാന കാരണം അവർ പിന്തുടരുന്ന ഭക്ഷണ രീതിയാണ്. വയറ് നിറയെ ഭക്ഷണം കഴിക്കരുത്. 80% വയറ് നിറയുമ്പോൾ ഭക്ഷണം നിർത്തുക. ഇത് ദഹനക്കേടും പ്രായമാകുന്നതും തടയും. മാംസവും സംസ്കരിച്ച ഭക്ഷണവും കുറവ് മാത്രം കഴിക്കുക. തൈര്, സോയാബീൻ, മധുരക്കിഴങ്ങ്, മത്സ്യം, പച്ചക്കറികൾ എന്നിവ ധാരാളം കഴിക്കുക. ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിലേ ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാകൂ. ഊർജ്ജസ്വലമായ മനസ്സ് യൗവനം നിലനിർത്തുന്നതിൽ പ്രധാന ഘടകമാണ്. മാനസിക പിരിമുറുക്കം, നശീകരണ സ്വാധീനമാണ് ശരീരത്തിൽ ഉണ്ടാക്കുക. ഓർമ്മക്കുറവ്, വിഷാദാവസ്ഥ, അമിത ദേഷ്യം, ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ എന്നിവയ്ക്ക് കാരണമാകും. മാനസിക പിരിമുറുക്കം ഒഴിവാക്കി ശ്രദ്ധ വീണ്ടെടുക്കാനുള്ള വഴികളിലൊന്നാണ് ധ്യാനം. ശ്വസന വ്യായാമം, യോഗ എന്നിവയുടെ തുടർച്ചയായ പരിശീലനത്തിലൂടെ ശ്രദ്ധ കൈവരിക്കാൻ സാധിക്കും. മാറ്റത്തിനെ അഭിമുഖീകരിക്കുക എന്നത് അതിപ്രധാനമായ കാര്യമാണ്. അത് നിങ്ങളുടെ സുഖകരമായ പാതയുടെ സഞ്ചാരത്തിൽ നിന്ന് പുറത്തു കടന്നിട്ടാണെങ്കിൽ പോലും തയ്യാറാവുക. അത് അല്പം ആശങ്ക നിങ്ങൾക്കുണ്ടാക്കുമെങ്കിലും മാറ്റത്തിന് അഭിമുഖം നിൽക്കുക തന്നെ വേണം. പുതിയ സാഹചര്യങ്ങളുമായി ഇടപഴകുക, ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുക, നല്ലൊരു സൗഹൃദ വലയം ഉണ്ടാക്കുക, കുട്ടികളുമായും വളർത്തുമൃഗങ്ങളുമായും കളിക്കുക, ദിവസവും കുറച്ച് സമയം വെയിൽ കൊള്ളുക, നടക്കുക, പ്രകൃതി ഭംഗി ആസ്വദിക്കുക. ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ പോസിറ്റീവ് കാഴ്ചപ്പാടും മാനസികമായി ഏറെ നേട്ടങ്ങളും സമ്മാനിക്കും. ഇവയെല്ലാം മനസ്സിന്റെ വാർദ്ധക്യത്തെ തടയും. വാർദ്ധക്യം തടയുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് ഉറക്കം. നാം ഉറങ്ങുമ്പോൾ മെലാറ്റോണിൻ എന്ന ഒരുതരം ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാകുന്നു. അതിശക്തമായ ആന്റി ഓക്സിഡന്റായ മെലാറ്റോണിൻ നമ്മളെ കൂടുതൽ കാലം ജീവിക്കാൻ സഹായിക്കുന്നു. മെലാറ്റോണിൻ എന്ന ഹോർമോൺ യൗവനം കാത്തുസൂക്ഷിക്കാനുള്ള ഒരു വസ്തുവാണ്. അതിനാൽ ആവശ്യത്തിന് ഉറങ്ങുക. 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ ഉറങ്ങുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിലുടനീളം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും അതിന് കീഴടങ്ങാതിരിക്കുക. വെല്ലുവിളികൾ പോസിറ്റീവ് മനോഭാവത്തോടെ അഭിമുഖീകരിക്കുന്നവർക്കും വൈകാരികതയെ പക്വമായി കൈകാര്യം ചെയ്യുന്നവർക്കും നല്ല ആയുസ്സുണ്ടായിരിക്കും. തിരിച്ചടിയെ പ്രസന്നതയോടെ നേരിടുക. ഇത്തരമൊരു മനോഭാവം ഉത്കണ്ഠയുടെയും മാനസിക പിരിമുറുക്കത്തിന്റെയും അളവ് കുറയ്ക്കും. എന്നും യൗവനം നിലനിർത്താൻ സഹായിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒഴുക്കോടെ പൂർണ്ണമായി മുഴുകി ചെയ്യുക. വിഷമകരമായ ഒരു കൃത്യം പൂർത്തിയാക്കാൻ അതിനാവശ്യമായ സമയം നീക്കിവെക്കുക. എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെ ഉദാസീനതയിലേക്ക് നയിക്കും. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവസാനം വരെ നാം വെല്ലുവിളികൾ പ്രതീക്ഷിക്കേണ്ടി വരും. എങ്കിലേ നാം സ്വയം അതിനുവേണ്ടി പ്രയത്നിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുകയുള്ളൂ. നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് കടക്കുക. വ്യക്തവും ശക്തവുമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കുക. ഏറെ സാഹചര്യങ്ങളിലും ഒരു പ്രവൃത്തിയുടെ ലക്ഷ്യം അത്ര വ്യക്തമായിരിക്കണമെന്നില്ല. നിങ്ങൾ ഏതാനും ചെറു ചുവടുകൾ വെച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഉത്കണ്ഠ മാറി തുടങ്ങും. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ക്രമേണ ആഹ്ലാദകരമായ ഒഴുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. സന്തോഷവാനായ ഒരാളെ കൂടുതൽ തൃപ്തിപ്പെടുത്തുന്നത് വർത്തമാനകാലത്തിരുന്ന് ഭാവിയെക്കുറിച്ച് ദീർഘമായി ആലോചിക്കുന്നതാണ്. ഈ ജീവിതത്തിൽ സന്തോഷത്തിന്റെ ഏറ്റവും അടിസ്ഥാന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടാവുക, എന്തിനെയെങ്കിലും സ്നേഹിക്കാനുണ്ടാവുക, എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടാവുക എന്നതാണ്. എന്നാൽ ദീർഘായുസിന്റെ കാര്യത്തിൽ രഹസ്യങ്ങളൊന്നുമില്ല. ജീവിക്കുക, അതാണ് അതിനുള്ള തന്ത്രം. വ്യക്തമായി ഇക്കിഗായുള്ളവർ എന്തു തന്നെയായാലും അവർ അവരുടെ ലക്ഷ്യത്തിന് പിറകെ പായുന്നവരാണ്.
ഒന്നിനു പുറകെ ഒന്നായി പ്രതിബന്ധങ്ങൾ വന്നുകൊണ്ടിരുന്നാലും അവർ ഒരിക്കലും പിന്മാറില്ല. അതിജീവിക്കാനുള്ള കഴിവ് എത്രത്തോളമുണ്ടോ അത്രയും എളുപ്പത്തിൽ നമുക്ക് ഉയർന്നു നിൽക്കാനും കഴിയും. അവരുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ മാത്രമേ അവർ ശ്രദ്ധയൂന്നുകയുള്ളൂ. അവർക്ക് ചെയ്യാൻ കഴിയാത്തവയെ ചൊല്ലി ദുഃഖിക്കുകയുമില്ല. വർത്തമാനകാലത്തിൽ ജീവിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിക്കുക. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ ഇക്കിഗായി കണ്ടെത്തി കഴിഞ്ഞാൽ അത് പിന്തുടരുക. ദിവസവും അതിനെ പരിപോഷിപ്പിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകും. ഇക്കിഗായ് എന്ന പുസ്തകത്തിൽ സന്തോഷകരവും ദീർഘായുസ്സുള്ളതുമായ ജീവിതത്തിന് 10 പ്രധാന നിയമങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേത് സജീവമായിരിക്കുക. ഒരിക്കലും വിരമിക്കരുത്. ജോലിയിൽ നിന്ന് ഔദ്യോഗികമായി വിരമിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തരുത്. സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങളിലും നിങ്ങളുടെ ഹോബികളിലും എപ്പോഴും വ്യാപൃതരായിരിക്കുക. 2. ഒന്നിനും തിടുക്കം കൂട്ടരുത്. ജീവിതത്തിൽ ഒന്നിനും അനാവശ്യമായ തിടുക്കം കൂട്ടരുത്. സാവധാനം പോകുന്നതാണ് ജീവിതത്തിന്റെ ഗുണനിലവാരം കൂട്ടാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നത്. 3. വയറ് നിറയെ ആഹാരം കഴിക്കരുത്. ജപ്പാനിലെ ഹരഹാച്ചിബു എന്ന തത്വം പിന്തുടരുക. അതായത് 80% മാത്രം വയറു നിറയുന്നതുവരെ ആഹാരം കഴിക്കുക. അമിതാഹാരം ഒഴിവാക്കുന്നത് ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കും. 4. നല്ല സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക. നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനും സന്തോഷിക്കാനും നല്ലൊരു സൗഹൃദ വലയം ഉണ്ടായിരിക്കണം. നല്ല സുഹൃത്തുക്കൾ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. 5. അടുത്ത ജന്മത്തിനായി ശരീരത്തെ പാകപ്പെടുത്തുക. ആരോഗ്യമുള്ള ശരീരത്തിലെ നല്ലൊരു മനസ്സുണ്ടാകൂ. ദിവസവും ലഘുവ്യായാമങ്ങളോ നടത്തമോ ശീലമാക്കി ശരീരം എപ്പോഴും ആരോഗ്യത്തോടെ നിലനിർത്തുക. 6. എപ്പോഴും പുഞ്ചിരിക്കുക. പ്രതിസന്ധികളിലും മുഖത്തൊരു പുഞ്ചിരി സൂക്ഷിക്കുന്നത് പോസിറ്റീവ് ഊർജം നൽകും. പുഞ്ചിരി നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും സന്തോഷിപ്പിക്കും. 7. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. പ്രകൃതിയുമായി എപ്പോഴൊരു ബന്ധം സൂക്ഷിക്കുക. മരങ്ങളും ചെടികളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ സമയം ചെലവഴിക്കുന്നത് മനസ്സമാധാനം നൽകും. 8. നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ച നല്ല കാര്യങ്ങളെ ഓർത്ത് പ്രകൃതിയോടും സുഹൃത്തുക്കളോടും മാതാപിതാക്കളോടും എപ്പോഴും നന്ദി പറയുക. കൃതജ്ഞതയുള്ള മനസ്സ് ജീവിതത്തിൽ കൂടുതൽ സന്തോഷം കൊണ്ടുവരും. 9. ഈ നിമിഷത്തിൽ ജീവിക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുകയോ ഭാവിയെ ഓർത്ത് അനാവശ്യമായി ഭയപ്പെടുകയോ ചെയ്യരുത്. നിങ്ങളുടെ കയ്യിലുള്ള ഈ നിമിഷം പരമാവധി ആസ്വദിച്ച് ജീവിക്കുക. ഇക്കിഗായ് എന്ന പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത് കേവലം ദീർഘായുസ് നേടാനുള്ള വഴികളല്ല, മറിച്ച് ജീവിക്കുന്ന ഓരോ ദിവസവും എങ്ങനെ അർത്ഥപൂർണമാക്കാം എന്നതിനെ കുറിച്ചാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ തിരിച്ചു പിടിക്കാൻ ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തിരക്ക് പിടിച്ച ഈ ലോകത്ത് ഒന്നിനും ധൃതി കൂട്ടാതെ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിച്ച് ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അഥവാ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ ഒരു കാരണം, നിങ്ങളുടെ ഇക്കിഗായ് നിങ്ങൾ കണ്ടെത്തിയോ? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്